ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും ഏട്ടനും വാവിയും കൂടെ ഇന്ന് ജെമിനി സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ ജെമിനി സർക്കസ് എത്തിയിട്ടുണ്ട്. സ്പോട്ട് നമ്മുടെ ഫറൂഖിലാണ് കേട്ടോ, മല്ലിക തിയേറ്ററിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർക്കസ് കാണുന്നത്. ഏട്ടൻ മുന്നേ ഒക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭരത്മോൻ ഇത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അവനും എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളെ സ്പോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ. പോകുമ്പം തന്നെ വഴി നല്ല തിരക്കായിരുന്നു. നമ്മുടെ സർക്കസിൻ്റെ ഏരിയ എത്തിയപ്പോൾ തന്നെ നല്ല റോഡ്, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് അത് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ സർക്കസ് അവിടെയാണ് കേട്ടോ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മെല്ലെ ടിക്കറ്റ് എടുക്കാൻ പോയി. 350 300 250 200 ആണെന്ന് തോന്നുന്നു കേട്ടോ ടിക്കറ്റ്. അപ്പം ഞങ്ങൾ 250 ആണ് എടുത്തത്. അത് 300 എടുത്തത് നല്ല ഫ്രണ്ടിലായിരിക്കും. 250 ആണെങ്കിൽ തൊട്ട ബാക്കിൽ, പിന്നെ 200 ആണെങ്കിൽ ഏറ്റവും ബാക്കിലായിരിക്കും ഇരിക്കുക. അപ്പം ഞങ്ങൾ 250 ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഇതാ ഉള്ളോട്ട് പോവാണ് കേട്ടോ. അവിടെ തുടങ്ങാനായിട്ടില്ല. ഒരു 6 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. 7 മണിക്ക് എന്തായാലും തുടങ്ങുള്ളൂ. 3 ഷോസ് ആണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്, പിന്നെ 4 മണിക്ക്, പിന്നെ 7 മണിക്ക്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഷോക്കാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ അങ്ങനെ എന്താ റോബോട്ടായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ സർക്കസിൽ ജീവനുള്ള മൃഗങ്ങളെയും കൂടെ കൊണ്ടുവരുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റോബോട്ടായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ച പോലെ വെച്ചിട്ടുണ്ട്. ഭരത്മോന് കുറച്ച് നേരം അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാനും ഏട്ടനും കൂടെ നേരെ പോയി കസാരയിൽ പോയിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ കസാരയും ചുറ്റുപാടൊക്കെ ഉള്ളത്. ഒരുപാട് കസാരകളുണ്ട്, അതൊക്കെ ഫുള്ളായിട്ടോ ഗൈസ്. അങ്ങനെ ഫസ്റ്റ് തന്നെ കുറച്ച് ടീംസ് എത്തിട്ടോ. 7 മണിക്ക് തന്നെ കറക്റ്റ് ഷോ തുടങ്ങി. ഫസ്റ്റ് തന്നെ എത്തി. അപ്പം ഞാൻ ഫുൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അവരെ വരുമാന മാർഗ്ഗമല്ലേ. കാണേണ്ടവർ എന്തായാലും അവിടെ പോയിട്ട് കാണണം കേട്ടോ. എൻ്റെ വീഡിയോ കൂടെ കണ്ടിട്ട് പിന്നെ കാണാണ്ടിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വരുതല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ ഒന്നും എടുക്കണ്ട. പിന്നെ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കാണണം, കാരണം വീഡിയോ എടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവരിതാ ഇങ്ങനെ മുകളിൽ കയറിയിട്ട് ഒരു വല ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ കയറി ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ചാടലും ഇറങ്ങലും. നമ്മൾ ഏതോ ഒരു സിനിമ അല്ലേ, ദിലീപിൻ്റെ പേരെന്നോട് മറന്നുപോയി, ജോക്കർ സിനിമ. ആ ജോക്കർ സിനിമയിൽ കാണുന്ന ഏകദേശം അതുപോലെ തന്നെ ഇങ്ങനെ ഊഞ്ഞാലാട്ടലൊക്കെ. അങ്ങനെ അവരെ പരിപാടി കഴിഞ്ഞാൽ ഈ വലയൊക്കെ ഇറക്കിട്ടോ. പിന്നെ അടുത്തത് ഓരോരോ പരിപാടികളാണ് ഗൈസ്. അങ്ങനെ ഡാൻസും. ഇത് ആഫ്രിക്കക്കാരാണ്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരാണ് കേട്ടോ. ഇവരെ മസിലും ഇവരിങ്ങനെ അടിപൊളിയാണ് ഗൈസ്. ഇങ്ങനെ മേൽക്കുമേൽ ഇത്രയും തടിമാടന്മാർ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അടിപൊളിയാണ്. ഇതൊരു ചൈനക്കാരൻ എന്തോ ആണ് കേട്ടോ. പിന്നെ ആഫ്രിക്കക്കാരെത്തി. അവരത് ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവരെ തീ കൊണ്ടുള്ള ഡാൻസും അവരെ സാമിനാമിനൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ എല്ലാം കണ്ട് ഇറങ്ങി ഗൈസ്. ഞാൻ തൃപ്തിയാണ് കേട്ടോ. 250 രൂപയ്ക്ക് ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം നമുക്കൊരു വെറൈറ്റി അല്ലേ, എപ്പോഴെങ്കിലല്ലേ, എപ്പോഴും ഇങ്ങനെ സർക്കസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരിക്കലെങ്കിലും പോയി കാണാം. തീരാനായി ഡിസംബർ 14 വരെ അങ്ങനെ എന്തോ ഉള്ളു ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏരിയയിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സർക്കസൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല മഴയായിരുന്നു ഗൈസ്. ഞങ്ങൾ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, പുറത്തൊക്കെ നല്ല വെള്ളമായിരുന്നു. കയറുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡെയിലി 3 ഷോസാന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത്, നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ മെല്ലെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അവിടെ 2 മണിക്കൂറോ ഷോ ആയതുകൊണ്ട് ഒരു 6 മണിക്ക് പോയതില്ല. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ചെറുവണ്ണൂരുള്ള ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പെരി പെരി അൽഫാമും കുബൂസുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ സർക്കസ് കാണാൻ പോകണം കേട്ടോ. ബൈ.